മീറ്റിംഗ് ആയിരുന്നു. അവിടുത്തെ ജനപ്രമുഖന്മാരെല്ലാവരുടെ ഇരുന്നപ്പോൾ ഈ മോൻ അതിന്റെ മധ്യത്തിൽ പറഞ്ഞു, ഇതെനിക്ക് നൽകിയത് യേശുവാണ്. ഞാൻ ഇവിടുത്തെ യൗവനക്കാരോട് പറയാം, എക്സൽ ഇൻ എവറി ഏരിയ, എല്ലാ മേഖലകളിലും നിങ്ങൾ ഒന്നാമനായി തീരണം. അവിടെ നിന്നുകൊണ്ട് പറയണം, ഇത് യേശുവാ എനിക്ക് നൽകിയത്. മോന് യേശുവാണ് മോന് ഇത് കൊടുത്തത്. മോന് ഇപ്പോൾ GB ട്രോഫി കൊടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഈ കയ്യടി സ്വർഗീയ വരുന്ന കയ്യടിയല്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിലെ ഡയറക്ടർ ശ്രീ ജോർജ് കൊക്കാട് നമ്മുടെ മധ്യത്തിലുണ്ട്. ആഴ്ചവട്ട പത്രത്തിന്റെ പത്രാധിപതിനോടെയാണ്. കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് ഞങ്ങൾ തന്നെ പരിചയപ്പെടാനും. ഇന്ന് കോട്ടയത്ത് വന്നപ്പോൾ അവിടെ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. നിങ്ങൾ നമ്മുടെ കൂടെ വന്ന് ആരാധിക്കണം, കാണണം. അങ്ങനെ ഇവിടെ വന്നു. ശ്രീ ജോർജ് കക്കാടിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് ശ്രീ ജോർജ് കക്കാട് 2 വാക്ക് ആശംസ പറയും. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ സമയത്ത് ആലപ്പുഴ രാമോർമ്മ ക്ലബിലിരുന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനിരുന്നാണ്. അന്നേരമാണ് എൻ്റെ നല്ല സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞത്, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമ്മേളനം ഇവിടെ നടക്കുകയാണ്. അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല. അന്നേരമാണ് പറഞ്ഞത് തങ്കു ബ്രദറിന്റെ ഹെവൻലി ഫീസ്റ്റിന്റെ ന്യൂ ഇയർ പ്രാർത്ഥന ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞപ്പോഴേ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഹെവൻലി ഫീസ്റ്റിനെ പറ്റി, തങ്കു ബ്രദറിനെ പറ്റി ഞാൻ അറിഞ്ഞത് എൻ്റെ നല്ല സുഹൃത്ത് ഞാൻ ഇച്ചിരി മുമ്പ് കണ്ടു, ലിജു ഇവിടെ ഇരിപ്പുണ്ട്. അവൾ എന്നോട് പറഞ്ഞു ഞാനിപ്പം തങ്കു ബ്രദറിന്റെ കൂടാണ്. ഞാൻ ചിരിച്ചു, ഞാൻ കളിയാക്കി. അതിനുശേഷം ഞങ്ങളുടെ ഒരു അമ്മച്ചി നരണത്ത് തങ്കു ബ്രദറിന്റെ ആരാധനയിൽ പങ്കുകൊണ്ടു. അപ്പോഴും എന്നിട്ട് അമ്മച്ചി മരിച്ചുപോയി. അപ്പം ഞങ്ങളെല്ലാം കളിയാക്കി, നരണം പള്ളിയിലെ അടക്കേണ്ടിയിരുന്ന അമ്മച്ചിയെ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടായല്ലോ. പക്ഷെങ്കിൽ ഇതൊക്കെ മാറി ഞാൻ ഈ തങ്കു ബ്രദറിനെ നേരിട്ട് കാണാനായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. 4-5 മാസം മുമ്പ് തങ്കു ബ്രദർ ഭയങ്കര ബിസിയായിരുന്ന ഒരു രാത്രിയിലെ 9:30 ഞങ്ങളെ കണ്ടു. 10 മിനിറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് 2 hours 2 മണിക്കൂർ കൂടുതൽ തങ്കു ബ്രദറിനോട് സംസാരിച്ചു. അന്ന് തൊട്ട് തങ്കു ബ്രദറിനോടും തങ്കു ബ്രദർ ചെയ്യുന്ന പ്രവൃത്തികളോടും എനിക്ക് വലിയ ആദരവും ബഹുമാനവും ഒരടുപ്പവും തോന്നി. ഞാൻ ഒരു അമേരിക്കയിലെ ഒരു പത്രക്കാരൻ എന്നുള്ള നിലയിൽ അന്ന് തൊട്ട് തങ്കു ബ്രദറിന്റെ പ്രവർത്തനങ്ങളെ അമേരിക്കയിലെ പത്രത്തിൽ കൂടെ ഞങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. തങ്കു ബ്രദറിനെ പറ്റി പല ഫീച്ചേഴ്സ് ഞങ്ങൾ എഴുതി. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞങ്ങളുടെ പത്രത്തിന്റെ സുഹൃത്ത് ശ്രീ റെജി ലൂക്കോസ് തങ്കു ബ്രദറുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് എന്നെ തങ്കു ബ്രദറിനെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാനിവിടെ യേശുനാമം പാടിക്കൊണ്ടിരിക്കുമ്പോഴേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ഈ രാത്രിയിൽ രാമോർമ്മ ക്ലബിലല്ല ഞാൻ ഇരിക്കേണ്ടത്. ഞാൻ തീർച്ചയായിട്ടും യേശുവിന്റെ മഹത്വം ഞാനിവിടെ കാണുകയാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം പറഞ്ഞു, ഞാനിവിടെ കയറി വരുമ്പോൾ ജനം ഞെട്ടും. കാരണം നാളെ ജോർജ് കാക്കനാട് തങ്കു ബ്രദറിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വന്നെന്നറിയും. കാരണം ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഒത്തിരി ആളുകൾ അറിയുന്ന ആളാണ്, ഒരു എക്സമിനാരിയനാണ്, 8 വർഷം കത്തോലിക്ക സഭയിലെ പഠിച്ച ഒരാളാണ്. ഇതെല്ലാം കൂടെ കേൾക്കും. ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിലെ ഒരാള് ഇതിന് വരുമെന്നറിയുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഓരോ ഇതൊക്കെ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ, ഞാനിങ്ങനെ അവിടെ എന്നെ പുറകിക്കൊണ്ടിരുത്തിയപ്പോഴും എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇത്രയും മനുഷ്യരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കുറെ നേരം യേശുവിനെ വിളിക്കുവാൻ എനിക്കും സാധിച്ചല്ലോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ന്യൂ ഇയറിന്റെ സന്തോഷകരമായ ന്യൂ ഇയർ ആശംസിക്കുന്നു. തങ്കു ബ്രദറിനും തോമസ് കുട്ടി ബ്രദറിനും
എല്ലാവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ. താങ്ക് യു. നമുക്ക് സ്പെഷ്യൽ അച്ചീവ്മെന്റ്സ് നേടിയ 8 കുഞ്ഞുങ്ങളോടുണ്ട്. അവര് നവീൻ ബ്രദറിന്റെ പേര് കൊടുത്തിട്ടുള്ള സഭകളിൽ പാസ്റ്റേഴ്സ് പറഞ്ഞ 8 പേര് പെട്ടെന്ന് മുകളിൽ അടുത്ത് വന്ന് നിൽക്കണം. അൻസ സേവിയറിന്റെ അച്ചീവ്മെന്റ്സ് കേൾക്കുക. ചങ്ങനാശ്ശേരി ചർച്ചിലാണ്. 12th കോട്ടയം റവന്യൂ ഡിസ്ട്രിക്ട് സ്കൂൾ ഗെയിംസിലാണ് 5000 മീറ്റർ റേസിന് 1ാം സ്ഥാനം ഫസ്റ്റ് പ്രൈസോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. കൂടാതെ 3000 മീറ്റർ റേസിന് ഫസ്റ്റ് പ്രൈസ്, 1500 മീറ്റർ റേസിന് ഫസ്റ്റ് പ്രൈസ്, ക്രോസ് കൺട്രി ജനറൽ ഫസ്റ്റ് പ്രൈസ്, പങ്കെടുത്ത മുഴുവൻ ഐറ്റത്തിന് ഫസ്റ്റ് പ്രൈസോടുകൂടി അൻസ സേവിയർ ഹെവൻലി ഫീസ് ചങ്ങനാശ്ശേരി റവന്യൂ ജില്ലയിൽ. പ്ലീസ് അൻസ സേവിയർ വേഗം മുമ്പോട്ട് വരണം. കൂടെ മറ്റു പേരുകളുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും മുമ്പിൽ വരണം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള പേരുകൾ. അൻസ വേഗം മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത ഒരു സ്കിറ്റിന് വേണ്ടി അല്പം ലൈറ്റുകളൊക്കെ അവർ അറേഞ്ച് ചെയ്യും. അടുത്ത നമ്മൾ സുവിശേഷത്തിന്റെ ദീപശിഖ എങ്ങനെയാ നമ്മളെ കൊണ്ട് കർത്താവ് നമ്മുടെ കൈ തന്നത് മുമ്പോട്ട് കൊണ്ടുവന്നത് സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കിറ്റ് നമ്മുടെ യൂത്ത് ഇപ്പോൾ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അൻസ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, യേശു നാം, നമ്മളിവിടെ കേൾക്കുന്ന യേശുവിന്റെ നാമം രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ ബ്രദറിനെ ഭീകരൻ രാജേഷ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന, എന്നാൽ കുഞ്ഞാട് രാജേഷായി കൊട്ടേഷനിലും ലോക വഴികളിലും ജീവിച്ച രാജേഷ് ഇന്ന് ആലപ്പുഴ സഭയിലെ ശുശ്രൂഷകരിൽ ഒരാളാണ്. അതാണ് യേശുനാം, യേശുനാം, യേശുനാം. സോക്കർ എന്ന കൊട്ടേഷൻ സംഘത്തിൽ 37ഓളം 308 കേസുകൾ ഉണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. 37 കേസുകൾ, 37 308 പിന്നെ 307 വകുപ്പ് വേറെ. ഇതെല്ലാം വകുപ്പുകളുടെ പേരാ. ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. വധശ്രമം എന്നാണ് പറഞ്ഞത്. ഞാൻ ഇച്ചിരി മാറി നിൽക്കാം. ഓക്കെ. പോകാത്ത ചീത്ത വഴികളില്ല. കഞ്ചാവ് കച്ചവടം, ചന്ദനക്കടത്ത്, മയക്കുമരുന്നിന്റെ കടത്തൽ, CC പിടുത്തം, അടി, വെട്ട്, കുത്ത് തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹോബി സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നതായിരുന്നു. ആദ്യമായിട്ട് സുവിശേഷം അറിയിച്ച വ്യക്തിയുടെ മുഖത്തിനിട്ട് അടിച്ച് പല്ല് രണ്ടും വെളിയിൽ പോയി. തോസുട്ടി ബ്രദർ ഒന്ന് മാറി നിൽക്കുകയാണ് നല്ലത്. ആലപ്പുഴ ബീച്ച് വെച്ച സംഭവം. ആലപ്പുഴയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ജോബ് കുട്ടി ബ്രദറാ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ആലപ്പുഴ ബീച്ചിൽ വെച്ച് സുവിശേഷകനെ തല്ലി പല്ല് രണ്ടും പോയി. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് ആ ദേവദാസൻ പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഈ പുള്ളി രാജേഷിന് വലിയൊരു മാറ്റം, ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ദൈവഭയം വന്നെന്നാ പറഞ്ഞു. സൗര ആ സംഭവം ഒന്നുകൂടെ പറയാം. അത് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒപ്പിടാൻ പോകുന്ന ആളാണ്. എല്ലാ സബ് ജയിലിൽ ഇറങ്ങി വിട്ടിട്ട് നമുക്ക് 45 ദിവസം ഇങ്ങനെ ഒപ്പിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ടൈമുണ്ട്. അപ്പോൾ ബീച്ചിൽ പോയി കഞ്ചാവ് വലിക്കാനും കുത്തിവെക്കാനൊക്കെ ആയിട്ടിരിക്കും. അന്നേരം അവിടുന്ന് റോഡിലേക്ക് സിഗരറ്റ് മേടിക്കാൻ വന്നതാണ്. സിഗരറ്റ് മേടിക്കാൻ വന്നപ്പോഴത്തേക്കും ബൈക്ക് വന്ന് ഇടിക്കാൻ വന്ന പോലെ വന്നു. പക്ഷെ പുള്ളി എന്നോട് യേശുവിനെ പറഞ്ഞു, ഞാൻ അടിച്ചു. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അടിച്ചു. 2 പല്ല് പറഞ്ഞു പോയി. ഒരു പല്ല് അത്രയും അടിയാണോ അടിച്ചത്? കുത്തിവെച്ചിരിക്കുന്ന മയക്കുമരുന്നെല്ലാം കയറ്റിയിട്ടുണ്ട്. അതിന്റെ പവറിൽ 2 പല്ല് പറഞ്ഞു പോയി, ഒരു പല്ല് തൂങ്ങിക്കിടന്നു. പക്ഷെ ആ സഹോദരനെ ഇന്ന് ഇപ്പൊ എനിക്കറിയാം, ദൈവമക്കൾക്ക് മാത്രം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സഹോദര, എന്നെ സ്നേഹിച്ച ദൈവം സഹോദരനെ സ്നേഹിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കിട്ടിയത് പോരെന്ന് ചോദിച്ചു. പക്ഷെ ആ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്റെ മനസ്സ് ആളെ കാണണമെന്നും ആള് പറഞ്ഞ് ദൈവത്തെ അറിയണമെന്നും ഒരു ആഗ്രഹം തോന്നി. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, യേശുവിനെ തല്ലിക്കൊണ്ടിരുന്ന എന്നെ യേശു സ്നേഹിക്കുന്നുണ്ട് എന്ന്.
ആ യേശുവിനെ എനിക്ക് കിട്ടിയതാ. ഞാൻ ഒരിക്കൽ പോലും ഒരു കുടുംബജീവിതം നയിക്കുമെന്ന് വിചാരിക്കാത്ത ആളാ. കോട്ടയം പാമ്പാടിയിൽ നിന്ന് എനിക്കൊരു നല്ല ഭാര്യയും ഇപ്പൊ ഒരു കുഞ്ഞിനെയും കർത്താവ് തന്നു. ഇത് കർത്താവിലായി കഴിഞ്ഞാണോ വിവാഹം കഴിച്ചത്? അതെ, കർത്താവിലായി 8 വർഷത്തിന് ശേഷമാണ്. സിസ്റ്റർ ഇദ്ദേഹത്തിന് ഈ സ്വഭാവങ്ങൾ ഉള്ളപ്പം വിവാഹം കഴിച്ചല്ല? അല്ല, അത് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ് വിവാഹം ആലോചിച്ചത്. ഇപ്പം ഭീകരത വല്ലതും ഉണ്ടോ അതോ ആളങ്ങ്? ഇല്ല, നല്ല സ്നേഹമാണ്. ഇദ്ദേഹം സുവിശേഷകനാന്ന് പറഞ്ഞ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുണ്ടോ രാജേഷ്? ഉണ്ട്. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നുണ്ട്. പണ്ട് ഒരു ദൈവദാസൻ സുവിശേഷം പറഞ്ഞിട്ട് ഇദ്ദേഹം തല്ലി. ഇതാണ് കർത്താവിന്റെ മധുര പ്രതികാരം. ആര് സുവിശേഷത്തെ ഉപദ്രവിച്ചോ, സുവിശേഷകനെ കൊല്ലാൻ കൂട്ടുനിന്ന പൗലൂസിന്റെ കയ്യിൽ സുവിശേഷം ഏൽപ്പിച്ചെങ്കിൽ ഭീകരൻ രാജേഷിനെ സുവിശേഷകൻ രാജേഷാക്കിയ ആ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഒന്ന് ഉയർത്തി യേശു നാം വിളിച്ചൊന്ന് പറഞ്ഞ് പറയുന്നു. ഈ ഗ്രൗണ്ടിൽ ഇത് കാണാൻ വന്ന ചില വ്യക്തികൾ, ഈ രാജേഷിനെ പോലെ സ്വഭാവമുള്ളവർ, മറ്റ് പല നിലകളിൽ ഹൃദയം തകർന്നവർ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ശരീരങ്ങളെ സൗഖ്യമാക്കിയ കർത്താവ്, രാജേഷിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയ യേശു ഇന്ന് രാത്രി ക്രിമിനലുകളെ തൊടും. ഇന്ന് രാത്രി കഞ്ചാവിന് അടിമകളായവരെ തൊടും. ഇന്ന് രാത്രി യോഗം കാണാൻ വന്നവരെ തൊടും. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ വർഷം പെസഹ മുതൽ ഈസ്റ്റർ വരെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഡ്രഗ്സിന് അടിമയായ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാൻ കുപ്പിയിൽ വിഷവുമായി ആ ഗ്രൗണ്ടിൽ വന്നു. അവിടെ വെച്ച് യേശു മകനെ തൊട്ടു. അനുഗ്രഹിക്കപ്പെട്ട മകനായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്ന ആര് ഇവിടെ ഉണ്ടോ? ഈ കുഞ്ഞുങ്ങൾ ഒരടി കൂടെ പാടുമ്പോൾ കർത്താവിന്റെ കരം നിങ്ങളെ തൊടാൻ പോവാ. ഓ, എനിക്കൊരു രൂപാന്തരം വേണം, എനിക്കൊരു പുതിയ ജീവിതം വേണം, എനിക്കിനി മദ്യപാനം വേണ്ട, എനിക്കിനി ഭീകരനാകണ്ട, എനിക്കിനി ഒരഴുക്ക് മനുഷ്യനായി ജീവിക്കണ്ട. യേശു നിന്നെയും സ്നേഹിക്കുന്നു. സ്നേഹിത, യേശു നിന്നെയും സ്നേഹിക്കുന്നു. കരമുയർത്തി പ്രാർത്ഥിച്ച യേശുവേ എന്നെ തൊടണമേ. ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. സ്കിറ്റിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് നേടിയ കുറച്ച് കുഞ്ഞുങ്ങൾ കൂടെ ഈ സ്റ്റേജിൽ വെച്ച് അവരുടെ ട്രോഫികൾ വിതരണം ചെയ്യും. വിഷ്ണു വിനോദ്, സൗമ്യ രാജു, സോണിയ ജോസഫ്, പ്രജീഷ മോൾ പി പ്രദീപ്. ഈ വായിക്കുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വരണം. നമ്മുടെ പ്രോഗ്രാംസ് പെട്ടെന്ന് അഞ്ചുമോൾ കെ എ, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മകനെ, നിനക്കറിയാമോ, ഒരു കാലത്ത് ഈ സുവിശേഷത്തെ എതിർക്കുകയും പുരുഷന്മാരെയും സ്ത്രീകളെയും കെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാൻ മടിക്കാതെ ഉപദ്രവിച്ചവനുമായിരുന്നു ഞാൻ. ആ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ഞാൻ ഉപദ്രവിച്ച യേശുവിനെ എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിച്ചു. അന്നു മുതൽ ഞാൻ ഈ സുവിശേഷവുമായി നിൽക്കുന്നു. ഈ സുവിശേഷത്തെ ആർക്കും ഒരു നാളും ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല.
നിൽക്കുന്നവൻ. അതെ, ഇതവർ തന്നെ നമുക്കെതിരായി സംസാരിക്കുന്നവൻ. ഇനിയും താമസിച്ചുകൂടാ. ഇനി ഇവൻ സംസാരിക്കരുത്. അവനെ അവന്റെ കൂട്ടരെയും തുടച്ചു നീക്കാം. തകർക്കവൻ. ഇനി അവൻ സംസാരിക്കില്ല. നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ സത്യസുവിശേഷം റോമൻ സാമ്രാജ്യം മുഴുവൻ കത്തിപ്പടർന്നു. റോമൻ ജനതയിൽ നല്ലൊരു അംശം സത്യസുവിശേഷത്തെ സ്വീകരിച്ചു. AD 67 ആണ്ടിൽ നീറോ ചക്രവർത്തി റോമൻ സാമ്രാജ്യം വാണിരുന്ന കാലം. ഈ റോമ സാമ്രാജ്യം ഭരിക്കുന്ന നീറോ ചക്രവർത്തിയായ ഞാൻ അധികാരത്തിലിരിക്കുമ്പോൾ ഇതുപോലൊരു മൂഢവും അന്ധവുമായ ഉപദേശത്തെ പ്രചരിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നതല്ല. എന്തു വില കൊടുത്തും ഞാൻ ഇതിനെ അടിച്ചമർത്തും. എവിടെയാ ഭോഷന്മാർ? ഈ രാജ്യദ്രോഹികളെ തലകീഴായി കെട്ടിത്തൂക്കുവി. നമുക്ക് ഈ പോഷന്മാർക്ക് ഒരവസരം കൂടി നൽകിയാലോ? അങ്ങനെയാണെങ്കിൽ അവരുടെ ഉപദേശത്തിൽ വിശ്വസിച്ച് ഈ മാർഗം സ്വീകരിച്ച അനേകരെ ഇവരിലൂടെ നമുക്ക് തിരികെ കൊണ്ടുവരാം. എനിക്ക് താല്പര്യമില്ല. താങ്കളുടെ ഇഷ്ടം അതാണെങ്കിൽ ഒരവസരം കൂടി നൽകാം. ഞാൻ പറയുന്നതനുസരിച്ചാൽ ജീവനും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. അതുമാത്രമല്ല, ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം. ഞങ്ങൾക്ക് നിങ്ങൾ ഔദാര്യമായി നൽകാമെന്ന് പറഞ്ഞ ഈ സൗഭാഗ്യങ്ങളെക്കാൾ ഞങ്ങൾ വിലമതിക്കുന്നത് ഈ സത്യമാർഗത്തെയാണ്. ഞങ്ങൾ ഒരിക്കലും ഈ സത്യത്തെ തള്ളിപ്പറയുകയില്ല. ഇതാണ് സത്യം, ഇതാണ് മാർഗം, ഇതാണ് ജീവൻ. കേട്ടില്ലേ അവരുടെ അഹങ്കാരം? ഒരിറ്റു പ്രാണൻ പോലും ശേഷിക്കാതെ അവസാനിപ്പിക്കൂ ഈ വിഡ്ഢികളെ. എല്ലാം തീർന്നു. അവരുടെ നാവ് നിശ്ചലമായി. അവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് പുഴുവരിക്കട്ടെ. എങ്കിലും ഈ
ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നു. അങ്ങനെ കാലഘട്ടങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭരണകൂടങ്ങൾ മാറിമറഞ്ഞു, രാജാക്കന്മാർ വന്നുപോയി. ഈ സത്യത്തെ തുടച്ചു നീക്കുവാൻ ശ്രമിച്ചവർ നാട് നീങ്ങി. AD 90-91 കാലഘട്ടങ്ങളിൽ റോമൻ സാമ്രാജ്യത്തെ വാണിരുന്ന ഡൊമീഷ്യൻ പീഡനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ മാറിമറിഞ്ഞപ്പോഴും പീഡനങ്ങൾ തുടർക്കഥയായി. ഒരിക്കലും അണയാത്ത സുവിശേഷത്തിന്റെ അഗ്നിജ്വാലകൾ കത്തിപ്പടർന്നുകൊണ്ടേയിരുന്നു.
261 മാർക്കസ് അരേലിയസ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അരാജകത്വം അരങ്ങുവാണപ്പോൾ വാഴ്ചയ്ക്ക് സുവിശേഷത്തിന്റെ തീനാളങ്ങളെ അണയ്ക്കുവാൻ സാധിച്ചില്ല. രാജനും അവൻ കർത്താധികർത്തനും അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. ആ യേശു നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. സുവിശേഷത്തെ ആർക്കും എങ്ങും ഒതുക്കുവാൻ സാധിച്ചില്ല. സുവിശേഷത്തിന്റെ വാഹകരാകുവാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. പീഡനങ്ങളിൽ പതറാതെ മുമ്പോട്ട് പോകാം. ഇതിനെ തുടച്ചു നീക്കുവാൻ പീഡനങ്ങൾക്കോ പരദൂഷണങ്ങൾക്കോ മനുഷ്യരുടെ ഉപായത്തിനോ സാധിക്കുകയില്ല. കാരണം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിന്റെ പ്രകാശനത്തിനായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആരും ഒരിക്കൽക്കും ആർക്കും സുവിശേഷത്തെ തടയാൻ പറ്റത്തില്ല. കാര്യം ഇത് ആരംഭിച്ചത് സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിലെ കർത്താവ് ഇത് തീരുമാനിക്കുന്ന എന്താ നടക്കേണ്ടതാണ്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ആ സ്കിറ്റിലെല്ലാം യൗവന കാര്യങ്ങൾ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അരുൺ സി, അജിൻ, അതിന്റെ ഇടയിൽ മോന്റെ പേരെന്താ? തരുൺ 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 എന്ന് പറഞ്ഞ ഈ കുഞ്ഞിന്റെ തരുൺ എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ ഇങ്ങോട്ട് ടോം ബ്രദർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് കൊടുത്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിർത്തണം. അത്ഭുതം നടന്നിരിക്കുന്നു. കുഞ്ഞിനെ മടക്കി അയ്യവനക്കാർ മുഴുവൻ നിങ്ങൾ കയറി വന്നേ. കമോൺ കമോൺ, എല്ലാം സ്കിറ്റിലെ എല്ലാവരും ആ രാജാക്കന്മാരും
ആ സാധനം എന്ത് ചെയ്യും? എല്ലാം ഊരി വെച്ചു. ആ കോസ്റ്റ്യൂം എല്ലാം നമ്മുടെ പഴയ ഫ്ലെക്സാണ്. ചെരുപ്പൊക്കെ പഴയ ഫ്ലെക്സ്. അത് മറിച്ചാൽ അപ്പുറത്ത് ഞങ്ങളിങ്ങനെ നിൽപ്പുണ്ട്. ഉള്ള സാധനം ആ അവസാനം ബൈബിൾ അച്ചടിച്ച മെഷീൻ എന്റെ വീട്ടിലെ പഴയ കിടന്ന മേശയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരോടും ഇരുന്ന് ഉണ്ടാക്കി മുഴുവൻ കാര്യങ്ങളും. ഒരു മാസം രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഇന്നലെയാണേലും ഞങ്ങള് പ്രാർത്ഥിക്കാൻ ഈ പട്ടണത്തിൽ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അതിന്റെ ഇടയിൽ ഇവര് മീറ്റിംഗ് എടുക്കാൻ പോകും. കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാം ക്രിസ്മസ് പരസ്യ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ കുഞ്ഞുങ്ങൾ ബൈക്കിൽ എല്ലാ മൂലകളിൽ പോയി യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത് കണ്ടപ്പോൾ നമ്മുടെ ബെന്നി ബ്രദറിന്റെ മോൻ സച്ചിൻ കേളംകവലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞു. ക്രിസ്മസിൽ നിങ്ങളെല്ലാവരും ആഘോഷിക്കുമ്പോൾ ഇന്ന് ഈ ക്രിസ്മസ് ലൈറ്റും സ്റ്റാറും എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് യേശു എനിക്ക് പുതിയ കണ്ണ് തന്നതുകൊണ്ടാണ്. തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻ പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ വാൽവ് പോയി കിടക്കുമായിരുന്നു, എന്നാൽ യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ ഇവരുടെ പിന്നാലെ വണ്ടിയേല് ഇവർ ചെയ്യുന്നതെല്ലാം കണ്ട് പോയി. ക്രൗഡ്, കൂട്ടം ജനങ്ങൾ, ചിലർ കരയുന്നു, ചിലർ സമ്മതിക്കുന്നു, ഇതെല്ലാം കണ്ട് ആനന്ദിക്കുകയായിരുന്നു. വാസ്തവത്തിൽ 98-ൽ 95-ൽ ഞാൻ സൗഖ്യമായി. അതിനുശേഷം ഈ യേശുവിനെ എല്ലാവരും അറിയണമെന്ന് ഉള്ളിൽ ഏറ്റവും അധികം വാഞ്ചയോടെ തീവ്രമായി ഇറങ്ങി. ആയുസ് ഒന്നേ ഉള്ളൂ, ആ ആയുസ് യേശുവിന് വേണ്ടിയാണ്. പല നിന്ന, പല പരിഹാസം, പല ഒറ്റപ്പെടുത്തലുകൾ, പല സമൂഹത്തിൽ ചെല്ലുമ്പോൾ കയറ്റാത്ത അനുഭവം. ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഈ മനുഷ്യരുടെ മുഴുവൻ വൈരാഗ്യം സമ്പാദിക്കുന്നത്. ചില സമയത്ത് മടുപ്പടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരയും. ഞാനും അനിയോട് പറയും, വെറുതെ എല്ലാവരുടെയും പഴിയും ദുഷിയും ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? 2008-ൽ ഏറ്റവും അധികമായി പ്രയാസത്തിലൂടെ എല്ലാം കടന്നുപോയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ 3-ാം തലമുറ ശുശ്രൂഷിക്കുന്ന എഴുന്നേക്കുന്ന കണ്ടപ്പോ വാസ്തവത്തിൽ ഞാൻ കണ്ട് ആനന്ദിക്കുകയായിരുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അന്ന് കണ്ണീരോടെ ഞാൻ വിതച്ചെങ്കിൽ ഇന്ന് ആർപ്പോടെ കൊയ്യുന്ന കാലമാണ്. ഇതിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും സാക്ഷ്യമുണ്ട്. ഇപ്പൊ ഓരോരുത്തരുടെ കൈ മൈക്ക് കൊടുത്താൽ ഈ പകലിലെ എല്ലാ മീറ്റിങ്ങുകളിൽ ഇവർ അത്ഭുത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുനിലും എവിബ്രറും പ്രതീഷും ആ നിര ഞങ്ങളുടെ തൊട്ട് കീഴെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയെങ്കിൽ തണ്ട ഇത് ഈ കൊടി ഉയർത്തിയതുപോലെ, ഈ സ്കിറ്റ് കാണിച്ചതുപോലെ ലോക രാജ്യങ്ങളിൽ പോകേണ്ടിവരാം. ലോകരാജ്യങ്ങളിൽ ദൈവവചനത്തിൽ ഒരു മനോഹരമായ വചനമുണ്ട്. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് സൗരഭ്യവാസനയും നശിക്കുന്നവർക്ക് ഇത് മരണത്തിന്റെ ദുർഗന്ധവുമാണ്. എതിർക്കുന്നവരും പ്രയാസം പറയുന്നവരും അവരിത് കണ്ണ് തുറക്കാത്തതുകൊണ്ടാണ്. കണ്ണ് തുറക്കുമ്പോൾ ഇതേ സുഗന്ധദ്രവ്യം അവർക്കും ലഭിക്കും. അക്കരങ്ങൾ ഉയർത്തി ഈ യൗവനക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാം. വർഷമായി ഈ സുവിശേഷത്തിന്റെ അഗ്നിയെ കെടുത്താൻ ശത്രുവിന് സാധിക്കാതെ, അപ്പാ അങ്ങയുടെ പുത്രന്റെ നാമം ഉയർത്തുവാൻ ഈ തലമുറയിൽ അതേ ദീപശിഖ
ഞങ്ങളുടെ കൈകളിലും തന്നതിനായി സ്തോത്രം. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കഴിഞ്ഞ 15 വർഷമായി കർത്താവെ, തങ്കു ബ്രദർ ആ തളർന്ന് കിടന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് 5 പേരുമായി പെൻഷൻ ഭവനിൽ അവർ പ്രാർത്ഥിച്ച് ഇന്ന് ഈ നിലയിലേക്ക് അസുവിശേഷത്തിന്റെ അഗ്നി പടരുവാൻ കർത്താവിടയാക്കിയതിനായി നന്ദി. എന്നാൽ കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ അടുത്ത തലമുറയുടെ 3ാം തലമുറയുടെ എഴുന്നേറ്റ് അങ്ങയുടെ ദീപശിഖ, സുവിശേഷത്തിന്റെ അഗ്നി കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ഈ അഗ്നി ആളി പടരാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ മാത്രമല്ല, ഇന്ന് ഓൺലൈനായി ലോകരാജ്യങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും വലിയ അഭിഷേകം ഇന്ന് രാത്രി ഉണ്ടാകണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. രണ്ടായിരത്തി 14 നമ്മൾ കടക്കുന്നതിന് മുമ്പായി കർത്താവിന്റെ ദാസൻ തങ്കു ബ്രദർ തന്റെ ഉള്ളിൽ കർത്താവ് നമ്മളോട് അറിയിക്കുവാനായ ഒരു സന്ദേശം, അടുത്തൊരു വർഷം, അടുത്ത നാളുകൾ നമ്മുടെ സഭയെ, നമ്മളിൽ ഓരോ വ്യക്തികളെയും കർത്താവ് എങ്ങനെ ആയിരിക്കും ശുശ്രൂഷയിലും ദർശനത്തിലും ആത്മികമായും ഭൗതികമായും നടത്താൻ പോകുന്നതെന്ന് സംബന്ധിച്ച് കർത്താവിന്റെ ദാസന്റെ ഉള്ളിൽ കർത്താവ് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. തങ്കു ബ്രദർ അതിനെക്കുറിച്ച് അധികം താമസിക്കാതെ നമ്മുടെ മധ്യത്തിൽ സംസാരിക്കും. തങ്കു ബ്രദർ എന്നോട് പറഞ്ഞു, അല്പസമയം കർത്താവിന്റെ വചനം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് നിങ്ങളോട് പങ്കിടാൻ ഈ സമയം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നോടും എന്റെ ഈ സഹോദരങ്ങളോടും ഇന്ന് രാത്രി അങ്ങ് എന്താ സംസാരിക്കുന്നു? ഞാൻ ബൈബിളിലെ ഒരു വേദഭാഗം വായിക്കാൻ പോകുകയാണ്. 2013 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ നാട്ടിലെ ഗലീലയിൽ ഒരു മലയിൽ കൂടിയ വിരലിലെണ്ണാവുന്ന മുക്കുവരും സാധാരണക്കാരും നിരക്ഷരരുമായ ഒരു പിടി സാധാരണ മനുഷ്യരോട്, വിദ്യാഭ്യാസമില്ലാത്ത, വലിയ സംഘടനാ പാഠവങ്ങളില്ലാത്ത, ഒന്നും പറയാനില്ലാത്ത ഒരു പിടി ചെറിയ മനുഷ്യരോട് അന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കരങ്ങളിലേക്ക് ഒരു വലിയ ദൗത്യം ഭരമേൽപ്പിച്ചിട്ട് ഒടുവിൽ പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. ഈ വാചകത്തിലെ ദൂത് ഇന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ അടക്കം കർത്താവ് നൽകി തരിക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, അതാ ആ പുസ്തകം അവസാനിക്കുന്ന ഭാഗമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാചകം ഇങ്ങനെയാണ്: ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും കർത്താവ് വീണ്ടും സംസാരിക്കുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. കർത്താവ് പറഞ്ഞത് ലോക അവസാനത്തോളം നിങ്ങളുടെ കയ്യിൽ ഞാനൊരു പുസ്തകം തരുമെന്നല്ല, ലോകാവസാനത്തോളം എല്ലാ നാളും പറയാൻ ഒരു പ്രസംഗം തരുമെന്നല്ല, ലോകാവസാനത്തോളം എല്ലാ നാളും കൈകാര്യം ചെയ്യാവുന്നതുപോലെ വളരെയധികം പണം തരുമെന്നല്ല പറഞ്ഞത്. പക്ഷെ എന്റെ യേശു പറഞ്ഞു, ഞാൻ തന്നെ വ്യക്തിയായി നിങ്ങളുടെ കൂടെ ലോക അവസാന ദിവസം വരെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കാണിച്ച ആ സ്കിറ്റിൽ
2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലൂസിന്റെ കാലം മുതൽ നടന്ന പീഡനവും, എന്നാൽ ഒരു പീഡനത്തിനും സഭയെ തകർക്കാൻ പറ്റിയില്ല, സുവിശേഷത്തെ തകർക്കാൻ പറ്റിയില്ല. പിന്നെയും സുവിശേഷത്തിന്റെ അഗ്നി ആളി കത്തിക്കൊണ്ടേയിരുന്നു. 1-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടും 5-ാം നൂറ്റാണ്ടും തുടർന്ന് ഒരു 10-15 നൂറ്റാണ്ടുകൾ സഭ ഉറക്കത്തിൽ എന്ന പോലെ കിടന്നു. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ വീണ്ടും മാർട്ടിൻ ലൂഥറിന്റെയും മറ്റ് ദൈവദാസന്മാരുടെയും കാലത്ത് വീണ്ടും സുവിശേഷം ഉണർന്നു വന്നു. ദീപശിഖ ഉയർത്തിക്കൊണ്ട് അന്ന് മുതൽ ഇങ്ങോട്ട് വീണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തിലൊരു കൂട്ടത്തെ കൂടെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതേ ദീപശിഖ നമ്മുടെ കയ്യിൽ തരുമ്പോൾ യേശു പറയുന്ന വാക്കിന് മാറ്റമില്ല. ഞാനോ, ഒരു ഉപദേശമല്ല, വീണ്ടും ഞാൻ പറയാം, ഒരു പുസ്തകമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗീയ വിരുന്നിലെ എന്റെ സഹോദരങ്ങളോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളെ വിളിച്ചത് ഒരു ഉപദേശത്തിന്റെ പ്രചാരകരാകാനല്ല. നമുക്ക് ഇത്ര അടിസ്ഥാന ഉപദേശങ്ങളുണ്ടെന്നോ, നമ്മളുടെ ടീച്ചിങ് ഇന്നതാണെന്നോ, നമ്മുടെ റെവലേഷൻ ഇന്നതാണെന്നോ അല്ല ഇതുവരെ നമ്മൾ കൊടുത്തത്. നാം കണ്ടത് നമ്മളൊരു വ്യക്തിയെ കൊടുത്തത്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കർത്താവിന് പറയാനുള്ള സന്ദേശം ഇതാണ്: നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഞാൻ ജീവിക്കുന്നു എന്നതിന് സാക്ഷികളാകും. കർത്താവ് എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്ന ഈ ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്ന സന്ദേശം ഇതാണ്. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇന്ന ഉപദേശക്കാരാ, ഞങ്ങൾ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവരാ, ഞങ്ങൾ ഇന്ന ഉപദേശങ്ങൾ പറയുന്നവരാ, ഞങ്ങൾ കൃപയെക്കുറിച്ച് പറയുന്നവർ. ഇതൊന്നും തെറ്റല്ല. ആത്മാവിൽ സത്യത്തിൽ നമ്മൾ ആരാധിക്കുന്നവരാ. കൃപയാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ സഭയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ടീച്ചിങ് പറയുന്നവരല്ല. സ്നാനപ്പെടുത്തണം എന്ന് കർത്താവ് ഇതേ സ്ഥാനത്ത് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവ് പേഴ്സണലായി നമ്മളെ ഏൽപ്പിച്ചത് ഇതാണ്: നിങ്ങൾ എന്റെ സാക്ഷികൾ, ഞാൻ ജീവിക്കുന്നെന്ന് പറയണം. ആ സമയത്ത് ഞാൻ വ്യക്തിപരമായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്നേക്ക് 25 വർഷങ്ങൾക്കപ്പുറം 1984 സമാധാനമില്ലാത്തവനായി, കുടുംബം മുഴുവൻ തകർച്ചയിലായി, എന്നെ വിളിക്കുന്നില്ലെന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തെ തൊട്ട യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. മോൻ ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് യേശുവേ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ മോന്റെ അടുക്കൽ യേശു വരും. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വണ്ണം അന്ന് രാത്രി 1984 സെപ്റ്റംബർ മാസം 19-ാം തീയതി രാത്രി എന്റെ കിടക്കക്കരികിൽ ഞാൻ മുട്ടുകുത്തി. എന്റെ വീട് നിറയെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, യേശുവേ, ഇന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ സത്യമാണോ? ഒരു ദൈവമുണ്ടോ? ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നതാണോ? ഇന്ന് ഞാൻ വിളിച്ചാൽ കേൾക്കുന്നുണ്ടോ? ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കഥയാണോ? സത്യമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ സത്യമെങ്കിൽ എന്റെ ഭവനം എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു? അങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതം അങ്ങേക്ക് തരാം. എനിക്ക് ആ യേശുവിനെ വേണം. അത് പറഞ്ഞ നിമിഷം മദ്യത്തിന് അടിമയായിരുന്ന, ലോകമോഹങ്ങൾക്ക് അടിമയായിരുന്ന, പുകവലിക്ക് അടിമയായിരുന്ന എന്റെ മുറിയിൽ ഒരു സാന്നിധ്യം നിറയുന്നത് ഞാൻ അനുഭവിച്ചു. എന്റെ അടുക്കലേക്ക് സ്നേഹത്തിന്റെ 2 കാലുകൾ നടന്നു വരുന്നത് ഞാൻ അനുഭവിച്ചു. എന്നെ കയറി, ഈ മഹാപാപിയെ കയറി സ്നേഹത്തിന്റെ 2 കരങ്ങൾ എന്നെ പുണർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആ കരത്തിലായിരിക്കുന്നത്. ഇന്ന് രാത്രി സ്വർഗീയ വിരുന്നിനോട് വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വ്യക്തിയെയാ. ആ വ്യക്തി നിന്റെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, നീ ഒരാളോട് പറഞ്ഞാൽ ആ വ്യക്തി അവിടെ ഇറങ്ങിച്ചെല്ലും. ഈ മഹാഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് വെളിപ്പാടാ പറയുന്നത്? നിങ്ങളുടെ ടീച്ചിങ് ഏതാ? നിങ്ങളുടെ ഉപദേശത്തിന്റെ അടിത്തറ ഏതാ? ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, ഞങ്ങൾക്കൊരു ടീച്ചിങ് അല്ല ഉള്ളത്, ഒരു വ്യക്തിയാണുള്ളത്. ഇന്ന് രാത്രി എത്ര പേര് എന്റെ കൂടെ പറയും, ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയുടെ പേരൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ വിളിച്ചു പറഞ്ഞാട്ടെ.
ദിവസമുണ്ടായ 3 ദിവസം മുമ്പുണ്ടായ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാ എന്റെ സഹോദരങ്ങളോടും ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, യേശു നിന്റെ കൂടെയുണ്ട്. അറിയുന്നില്ല എന്നേ ഫോണിൽ വിളിച്ചു. ആ സഹോദരി എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ഒരാൾ നമ്പർ തന്നതാ, ഫാദർ തോമസ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്നോട് പറഞ്ഞു, ഫാദറെ, എന്നോട് പറഞ്ഞ ആൾ ഇങ്ങനെ പറഞ്ഞു, ഫാദറിനെ വിളിച്ചാൽ എന്റെ പ്രോബ്ലം ഒക്കെ മാറ്റിത്തരുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ പ്രോബ്ലം? എന്റെ ഭർത്താവ് മരിച്ചുപോയി, സാമ്പത്തികമായി വലിയ പ്രശ്നത്തില, ജപ്തി നടപടിയുടെ മുമ്പിൽ എനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ല. ഫാദറെ ഒന്ന് വിടുവിച്ചു തരണമേ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആരായി നമ്പർ തന്നെ? ഇന്നയാള്. ഞാൻ പറഞ്ഞു, യേശുവിനെ കുറിച്ച് അറിയാമോ? കേട്ടിട്ടുണ്ട്. ബൈബിൾ ഉണ്ടോ? ഇല്ല, അതെന്റെ ഇല്ല. ഈ സ്ത്രീ ഒരു ക്രിസ്ത്യാനിയല്ല, ഒരു യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരോ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു TV പ്രോഗ്രാം ഉണ്ട്, അവിടെ വിളിച്ചാൽ, ഈ നമ്പറിൽ വിളിച്ചാൽ ആ ഫാദർ പ്രശ്നമൊക്കെ തീർത്തു തരും. ഞാൻ പറഞ്ഞു, എന്റെ സാക്ഷ്യം ചെറുതായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ മുറിയിൽ ഇറങ്ങി വന്ന ഒരു യേശുണ്ട്. സഹോദരിക്ക് ഞങ്ങളുടെ TV പ്രോഗ്രാം കാണാൻ പറ്റുമോ എവിടാന്നൊന്നും അവർക്കറിയില്ല. മീറ്റിങ്ങിന് വരാൻ അവർക്ക് പറ്റില്ല. ഛത്തീസ്ഗഡില എവിടെ പെടണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ബൈബിളിലെ ചില വാക്യങ്ങൾ പറഞ്ഞു. ബൈബിൾ ഉണ്ടോ? എന്നോട് ചോദിച്ചു, ബൈബിൾ വെച്ചാണോ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല, എന്റെ മുറിയിൽ ഇറങ്ങി വന്ന യേശു. ഞാനിത് പറയുമ്പോൾ സഹോദരിയുടെ സമീപത്ത് നിപ്പുണ്ട്, ഛത്തീസ്ഗഡിൽ എന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. സഹോദരി അവിടെ ഇരുന്ന്, യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഫോണിന്റെ മറുതലയ്ക്കൽ ഞാൻ കേട്ടത് നിങ്ങൾക്ക് കേൾക്കണോ? ജീവിതത്തിൽ ആദ്യമായി സുവിശേഷം കേട്ട സ്ത്രീ എന്നോട് പറയുക, ഫാദറെ, എന്റെ ശരീരം അടിമുടി വിറയ്ക്കുന്നു, എന്റെ ശരീരത്തിലൂടെ ഒരു പെരുപ്പ് കയറി വരുന്ന പോലെ തോന്നുന്നു, എന്നെ ആരോ സ്പർശിക്കുന്ന പോലെ തോന്നുന്നു, ഈ മുറിയിൽ യേശു വന്നിട്ടുണ്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. 2014 ജനുവരിയിൽ, ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഏപ്രിൽ, സെപ്റ്റംബർ 15, 16 ഓരോ ദിവസവും പേഴ്സണലായി ഈ നാമത്തെ വിളിച്ചവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ 2000 വർഷമായി ഇതിനെ തകർക്കാൻ ആർക്കും പറ്റിയില്ല. ആ നാമം വിളിക്കുമ്പോൾ അത്ഭുതമാണ്. കർത്താവ് എനിക്ക് തന്ന കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തറയിൽ നമ്മുടെ TV പ്രേക്ഷക മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്കു ബ്രദർ എപ്പോഴും ഇങ്ങനെ പറയും, യേശുവേ എന്ന് വിളിക്കാൻ പറയും. അന്ന് ആ നാമം വിളിക്കുമ്പോൾ അത്ഭുതമാണ്. ഇന്ന് റോണക്ക് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടന്നു. ഇത് കേവലം ഒരു നാമമല്ല, ഒരു ഉപദേശമല്ല. വിളിക്കുമ്പോൾ ആ വ്യക്തി അതുപോലെ ഇവിടെ ഉണ്ട്. അവൻ പേഴ്സണലായി ഇവിടെ ഉണ്ട്. ആ ബെൽറ്റ് എടുത്തു മാറ്റിയത് അവൻ പേഴ്സണലായിട്ട് ഇറങ്ങി വന്ന. ഇന്ന് ആ നാമം വിളിക്കുമ്പോൾ പേഴ്സണലായിട്ട് അവൻ ഇറങ്ങി വരുന്നു. ഇന്ന് ഈ ഗ്രൗണ്ടിൽ എത്ര പേർ വന്നിട്ടുണ്ടോ, അവന്റെ കരസ്പർശം ഒരിക്കൽ കൂടെ നമുക്കൊന്ന് അനുഭവിക്കാം. എല്ലാവരും ദൈവസ്ഥലം ഒന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ തങ്കു ബ്രദർ യേശുവേ എന്ന് വിളിച്ചപ്പോൾ അതിനെക്കുറിച്ചൊരു ഗാനം കർത്താവ് എന്റെ ഉള്ളിൽ തന്നു. അതൊരു വാക്കൊന്ന് പാടാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. യേശുവേ, ആ നാമം ഞങ്ങൾ വിളിക്കുന്നേ, അത്ഭുത നാമം, വിടുതലിൻ നാമം, ജയത്തിന്റെ നാമം. ഇന്ന് രാത്രി കർത്താവ് സഭയിൽ ഓരോരുത്തരോടും, എന്നെ കേട്ടോണ്ടിരിക്കുന്ന, എന്നെ ഓൺലൈനായി കേട്ടോണ്ടിരിക്കുന്ന, TV പ്രോഗ്രാമിൽ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും യേശു പറയുക, 2000 വർഷം മുമ്പ് ആ ഗലീലയിലെ മലയിൽ കൂടിയ സാധാരണക്കാരായ മനുഷ്യർ, പത്രോസും യോഹന്നാനും മുക്കുവന്മാർ, സാധാരണക്കാരായ, എല്ലാവരാലും തള്ളപ്പെട്ട, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ, അവർക്ക് ഒന്നും കയ്യിലില്ലായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ 2000 വർഷമായി അതിന്റെ അത്ഭുതം നമ്മൾ കാണുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ് ഓരോരുത്തരോടും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പോകും. എല്ലാ കരങ്ങളും ഉയർത്തി, താങ്ക് യു ജീസസ്,
എല്ലാ കരങ്ങളും ഉയർത്തി ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അല്പസമയം എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് വായ് തുറന്ന് ഉള്ളം തുറന്ന് ആരും മൗനമായിരിക്കരുത്. ഈ ഗ്രൗണ്ട് മുഴുവൻ ഉള്ളം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. യേശുവേ നാമം ഞങ്ങൾ വിളിക്കുന്നേ, യേശുവേ നാമം ഞങ്ങൾ വിളിക്കുന്നേ. അത്ഭുത നാമം, വിടുതലിൻ നാമം, ജയത്തിന്റെ നാമം, സൗഖ്യത്തിന്റെ നാമം ഞങ്ങൾ വിളിക്കുന്നേ. കർത്താവെ, ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. All of us are of family. കർത്താവെ, ഞങ്ങൾ ഒറ്റ കുടുംബമാണ്. Release your anointing, release your power upon everybody like never ever before. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവിന്റെ അഭിഷേകവും കർത്താവിന്റെ ശക്തിയും ഇന്ന് രാത്രി ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ അവിടുന്ന് പകരണമേ. Father, we know that it is your desire that everybody we will be filled with your power and go and preach the gospel. കർത്താവെ, അങ്ങയുടെ തിരുഹിതമാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി യേശുവിന്റെ നാമത്തെ ഉയർത്തി. We release that power. This is the presence in the name of Jesus. ഇന്ന് രാത്രി ആ ശക്തി ഓരോരുത്തരുടെ മേലും പകരപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എല്ലാവരും കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ദൈവസ്ഥലിരിക്കാം. തുടർന്ന് നമ്മുടെ മീഡിയ ടീം, കഴിഞ്ഞ വർഷം ദൈവം നമ്മുടെ സഭയും നമ്മുടെ റീച്ച് വേൾഡ് വൈഡ് നമ്മുടെ ഓരോ സ്ഥലത്തും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് നമ്മളെ നടത്തിയ വഴികൾ ഒന്നോർക്കുവാൻ ഒരു അല്പസമയത്തെ ഡോക്യുമെന്ററി കൊണ്ട് നടക്കത്തില്ലെങ്കിലും നമ്മുടെ മീഡിയ ടീം വളരെ മനോഹരമായി ഒരു ഡോക്യുമെന്ററി നമ്മളെ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ പല സ്ഥലങ്ങളിൽ ദൈവം നടത്തിയത്, നമ്മുടെ തങ്കുബ്രദറിനെ പല സ്ഥലങ്ങളിൽ അയച്ചപ്പോൾ ഏറ്റവും വലിയൊരു ക്രൂസൈഡ് മഹാരാഷ്ട്രയിൽ നടക്കാനിടയായി. അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം കൂടെ അല്പം മിനിറ്റുകൾ കൊണ്ട് ഒതുങ്ങുകയില്ലെങ്കിലും മീഡിയ ടീം അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഡോക്യുമെന്ററിയിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. ന്റെ അവസാന നിമിഷങ്ങൾ കടന്നുപോകുന്നത് സ്വർഗീയ വിരുന്നിന്റെ യുവതലമുറ സുവിശേഷ പ്രേരികളായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ക്രിസ്തുവിനെ ഉയർത്തുന്നതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. സംഗീതകരനോടും തുളസികരനോടും ചേർന്ന് സ്വർഗീയ വിരുന്നിലെ നാം എല്ലാവരും ഒന്നിച്ചുയർത്തിപ്പിടിച്ച സുവിശേഷത്തിന് ദീപശിഖ അടുത്ത തലമുറയിൽ തെല്ലും ലജ്ജയില്ലാതെ ഭയമില്ലാതെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമുക്കൊന്നിച്ച് 1000 സ്തുതികൾ അർപ്പിച്ച് 2013 വിട ചൊല്ലാം. (1997) 6 പേരുമായി പെൻഷൻ ഭവനിൽ ആരംഭിച്ച ഈ പ്രാർത്ഥനാ കൂട്ടം ഒരു പ്രസ്ഥാനം തുടങ്ങുവാൻ നാം പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു സഭയാകുവാൻ നാം പദ്ധതിയിട്ടില്ല. ലോകമെങ്ങും പോകുവാൻ നാം ചിന്തിച്ചതുമില്ല. യേശു നമുക്ക് പകർന്നു തന്ന വിടുതൽ തകർന്നു കിടക്കുന്നവർക്ക് നൽകുക മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. എന്നാൽ യേശു നമുക്കായി വെച്ച പദ്ധതി, നമ്മെക്കുറിച്ച് മുൻകണ്ട പദ്ധതി ഇന്ന് ഈ രാത്രി വരെ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പലരിലൂടെ നമ്മോട് പറയുന്നു, വരുവാൻ പോകുന്ന വലിയ ഉണർവിനായി അടിത്തറ പാകിയിട്ടേയുള്ളൂ. കേരളമെങ്ങും കത്തിപ്പടരുന്ന, ഭാരതമെങ്ങും ആളിപ്പടരുന്ന, ലോകമെങ്ങും ജ്വലിച്ചുയരുവാൻ പോകുന്ന ഒരു വലിയ ഉണർവിനായി ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നേറാം.
കഴിഞ്ഞ ഒരു വർഷം സ്വർഗീയ വിരുന്നിന്റെ ഓരോ കേന്ദ്രങ്ങളിലും നടന്ന അത്ഭുത വിടുതലുകൾ വർണ്ണനാതീതമാണ്. എന്റെ പേര് ബിനു, ഞാൻ നാരങ്ങാനത്ത് നിന്ന് വരുന്നത്. എന്റെ ഭാര്യ ബിജി. ഞങ്ങൾ ഭയങ്കര സ്നേഹവും സന്തോഷമായിട്ട് കഴിഞ്ഞു. 2005 ആയപ്പോഴത്തേന് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ഒന്നിച്ചേ പോകത്തുള്ളായിരുന്നു. 2005 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. പിന്നെ വീട്ടിൽ ഭയങ്കര ബഹളമായി. അങ്ങനായി ഞങ്ങളുടെ മോക്ക് 2.5 വയസ്സേ ഉള്ളൂ. അന്നേരം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ എൻ്റെ ശവം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് കേട്ട് എൻ്റെ അമ്മ പെട്ടെന്ന് അന്ന് വൈകിട്ട് തന്നെ ഓട്ടോയെ എൻ്റെ ജീപ്പ് വിളിച്ച് വീട്ടിൽ വന്നു. അന്നേരം തന്നെ ഞാൻ ഒരുങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ കുഞ്ഞിനെ തന്നെ വിടത്തില്ല, തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം ഞാൻ എൻ്റെ വീട് ചിറ്റാറാണ്, വീട്ടിൽ താമസിച്ചു. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ 3 മാസം ഞങ്ങൾ നമ്മൾ വിളിക്കുന്നില്ല, കാണുന്നുമില്ല. അപ്പം കുഞ്ഞിവിടെ നാരങ്ങാനത്ത് ഞാൻ വീട്ടിൽ ചിറ്റാറിലുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 3 മാസം 4 ദിവസം ആയപ്പോഴത്തേനും 4ാമത്തെ ദിവസം രാവിലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഇനി നാരങ്ങാനത്തോട്ട് ഞാൻ പോകുന്നില്ല, എനിക്ക് കുഞ്ഞിനെയും വേണ്ട ഭർത്താവിനെയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നമുക്കിനി കേസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം അമ്മ എങ്ങോട്ടോ പോയപ്പോഴത്തേന് ഒരു ഇപ്പോൾ 2 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഞങ്ങൾ മുറിക്കകത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഒരാൾ എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ട് പറയുക, എത്രയും പെട്ടെന്ന് നീ നാരങ്ങാനത്ത് പോ നിന്റെ കുഞ്ഞിനെ കാണാൻ. അപ്പോഴത്തേന് ഞാൻ കട്ടിലൊക്കെ കിടക്കുമായിരുന്നു. ഞാൻ അപ്പോഴത്തേന് ചാടി എഴുന്നേറ്റു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ എത്രയും പെട്ടെന്ന് എന്നെ നാരങ്ങാനത്ത് കൊണ്ട് വിടാൻ പറ്റും. എൻ്റെ അമ്മ എന്നോട് കാര്യം ചോദിച്ചു, നിനക്ക് എന്താ ബിജി പ്രാന്തുണ്ടോ, ഞാൻ അവരോടൊക്കെ എങ്ങനെയാണ് പറയുന്നു നിന്നെ കൊണ്ട് വിടാൻ. ഞങ്ങൾ അങ്ങ് കുടുംബജീവിതം ഡൈവേഴ്സ് ആകാൻ റെഡി ആയിരുന്ന അന്ന് ഉച്ചയായപ്പോൾ. അപ്പം അതേ സമയം തന്നെ അപ്പ ഇവിടെ മീറ്റിങ്ങിന് ചാലാക്കര വരികയും ഇവിടെ ദേവാസന്മാർ വിളിച്ചു പറഞ്ഞു, പിണങ്ങിപ്പോയ ഭാര്യ മടങ്ങി വരുന്നു, ഇപ്പൊ ഇവിടെ നിറഞ്ഞ അതേ അഭിഷേകം നിന്റെ ഭാര്യയുടെ മേൽ വ്യാപരിക്കാന്ന് പറഞ്ഞു. അതേ നിമിഷം 2 മണിയായപ്പോ തന്നെ അന്നേരം തന്നെ എന്റെ മേൽ കർത്താവിന്റെ സാന്നിധ്യം എന്നെ മുറിക്കകത്ത് ഇറങ്ങി. ഞാനൊരു ചാടി എഴുന്നേൽക്കുകയും എനിക്കറിയത്തില്ല, അതുവരെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു 3 മാസം ഞങ്ങൾ ഫോൺ പോലും വിളിക്കുന്നില്ല, അതുവരെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ പറഞ്ഞു, അന്ന് വൈകിട്ട് തന്നെ ഞാൻ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളിപ്പം സന്തോഷമായിട്ട് ഇരിക്കുകയും ഞങ്ങളുടെ വീടിപ്പോൾ സ്വർഗമാ. 2005 ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ എന്നെ ആരും കാണരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് പാത്ത ഈ ടെന്റിനകത്ത് ചാലായിക്കര വന്ന് കയറി. എന്നാൽ യേശു എന്നെ തൊട്ടു. അന്നിവിടെ ദേവദാസന്മാർ വിളിച്ചു പറയുമ്പോഴൊക്കെ കൈ ഉയർത്താൻ പറയും. അന്നേരം ഒന്നും ഞാൻ കൈ ഉയർത്താറില്ല, പക്ഷെ എനിക്ക് നാണംകേടായിരുന്നു. എന്നാൽ ഒരു ദേവദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ഭാര്യ ഇരിക്കുന്നിടത്ത് ദൈവ മഹത്വം ഇറങ്ങുക, അവൾ തിരിച്ചു വരാൻ പോവാ, അവിടെ മേൽ പറഞ്ഞു വിട്ടിരിക്കുന്ന എല്ലാ ശാപത്തിന്റെ വാക്കും നീ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ക്യാൻസൽ ചെയ്തു. ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അടുത്തിരുന്നവരെ ആരെയും നോക്കിയില്ല. എന്റെ ഭാര്യയല്ലേ പിണങ്ങിപ്പോയിരിക്കുന്നത്, എന്റെ ഭാര്യ തിരിച്ചു വരും. എനിക്കൊരു വലിയ വിശ്വാസം ഉണ്ടായി. ഞാൻ കേൾക്കാത്ത ഒരു കാര്യം ആ ദേവദാസനിൽ കൂടെ കേൾക്കുക, യേശു നിന്നെ അനുഗ്രഹിക്കും, യേശു നിന്റെ വീട് സ്വർഗമാക്കും. ഞാൻ മറ്റുള്ളവരെ ആരെയും നോക്കാതെ ഇതെന്റെ കാര്യമാണല്ലോ ഈ ദേവദാസൻ വിളിച്ചു പറയുന്നത്, ഞാനത് ഏറ്റെടുത്തു. എന്റെ ഭാര്യ എന്റെ മേൽ നിറഞ്ഞ അതേ അഭിഷേകം എന്റെ ഭാര്യ ഇരുന്നിടത്ത് ഇറങ്ങി. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ഭാര്യ വീട്ടിൽ മടങ്ങി വന്നു. വളരെ വളരെ സന്തോഷമായി. എന്റെ കുടുംബം ഇന്ന് യേശു അനുഗ്രഹിച്ചു. എല്ലാ ആരാധനാ സ്ഥലങ്ങളിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടാകുന്നത്. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ കടന്നു ചെല്ലുകയും ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം പുതിയ സഭകൾ ഉണ്ടാകുന്നത് 2013 സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ TV പ്രോഗ്രാം തുടങ്ങിയ ശേഷം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുവാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിശ്വാസികളും TV പ്രേക്ഷകരും മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ കർത്താവിന്റെ കൃപയാൽ 2014 മാർച്ച് വരെയുള്ള പ്രോഗ്രാമുകൾ ഏകദേശം സ്പോൺസർഷിപ്പ് ആയി കഴിഞ്ഞു. 1100ഓളം എപ്പിസോഡുകളിലൂടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ജനലക്ഷങ്ങൾക്ക് നൽകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിച്ചു. സൂര്യ ടിവിയിൽ വ്യാഴം രാവിലെ 6:30 ഹാർവസ്റ്റ് TV സാറ്റലൈറ്റ് ചാനലായി മാറിയപ്പോൾ രാവിലെ 7 വൈകിട്ട് 7 പുറമെ രാത്രി 11:30 കൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചു. ഇപ്പോൾ ഹാർവസ്റ്റ് ടിവിയിലൂടെയും സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളടക്കം വിവിധ രാജ്യങ്ങളിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ
ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. ഞാൻ എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്റെ ദേഹം മുഴുവനും വേദനയാ. അങ്ങനെ നീര് പിടിച്ച് കണ്ണൊന്നും കാണത്തില്ല. അങ്ങനെ എഴുന്നേക്കാൻ പറ്റത്തില്ല. കണ്ണൊക്കെ അടഞ്ഞ് നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. കാരണം അത്ര പെയിനായിരുന്നു. കലിശ്ശേരി തന്നെ. ഓക്കെ. അങ്ങനെ കട്ടിലെ കടന്നുപോയി. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലിൽ ഒന്നുമില്ല. അന്ന് അമൃതം തുടങ്ങിയില്ല, അല്ലെങ്കിൽ അവിടെ കൂടെ കൊണ്ടുപോകാനേ ഉള്ളായിരുന്നു. എല്ലാ ഹോസ്പിറ്റലും എന്നെ കൊണ്ടുപോയി കഴിഞ്ഞു. നട്ടലൊക്കെ കിഴിച്ചു. അങ്ങനെ എല്ലാം ചെയ്ത നട്ടല് കിഴിച്ച സമയത്തൊക്കെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വെച്ച് എന്നെ തീർക്കാൻ, എനിക്ക് വയ്യ സഹിക്കാൻ. അത്ര വേദന. എന്തേലും വെച്ച് എന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അത്ര വേദനയാണ് എന്റെ ശരീരത്തിൽ. എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ 9 വർഷം. 99 ജനുവരി ആദ്യമാണ് എന്നെ ഒരു സ്കൂട്ടർ ഇടിച്ച് കാരണമാണ്. പക്ഷെ അതെന്താന്ന് കണ്ടുപിടിച്ചില്ല. എന്നെ കൊണ്ടുപോകാൻ എല്ലാ ഡോക്ടർമാരും നോക്കി ഒന്നും കാണുന്നില്ല. അന്ന് എറണാകുളത്ത് MRI ചെയ്തപ്പോഴാണ് നട്ടലിനിടയ്ക്ക് ഞരമ്പ് ഒരു പ്രസ് ചെയ്ത് അങ്ങനെ ബ്ലഡ് ഓടത്തേയില്ല എന്റെ ശരീരത്തിൽ. മരിച്ചവരുടെ ശരീരം പോലെ എപ്പോഴും തണുത്തായിരിക്കും ശരീരം. അങ്ങനെ ഞാൻ എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എന്റെ കട്ടിലെ റിമോട്ട് കിടന്ന് അറിയാതെ TV ഓണായതാ. ഓണായപ്പോ സൂര്യ TV കാണുന്നേ. റിമോട്ട് കയറി കിടന്ന് ഓണായി പോയി. അപ്പം എങ്ങനെയോ അതിനൊക്കെ പ്രാർത്ഥിക്കണം വല്ലവരൊക്കെ റിമോട്ട് കയറി കിടക്കാൻ. അപ്പൊ TV കാണുമ്പോ സൂര്യ TV ആണ് കാണുന്നത്. അപ്പൊ ഭയങ്കര സൗഖ്യം നടക്കുക. തളർന്നവർ എഴുന്നേക്കുന്നു. അപ്പം സാക്ഷ്യം കാണിക്കുന്നു. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അലനും അരുണുമാണ് എന്റെ മക്കൾ. അവരോട് അരുണ് ഖത്തറില അരുൺ ദോഹേല, ഇത് അലൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇത് കണ്ടോ, മമ്മിയെ കൂടെ അവിടെ എങ്ങനെങ്കിലും ഒന്ന് കൊണ്ടുപോകും. പറഞ്ഞായിരുന്നു മമ്മിയെ. അതുകൊണ്ട് ഞങ്ങള് ഡ്രൈവറെ വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. തിരുവല്ല ചർച്ചിൽ ഫെബ്രുവരി 17, 2007 ഫെബ്രുവരി 17 തീയതി എന്നെ ചർച്ചിൽ കൊണ്ടുപോയപ്പോ ബ്രദർമാരിൽ ഓടി വന്ന് ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. എനിക്ക് പറയാൻ പറ്റില്ല. പഴയതിലും വേദന കൂടി. എനിക്ക് അവിടെ ചെന്ന് ഇരുന്നു, ആരാധിച്ചു. എനിക്കറിയില്ല ഞാൻ എപ്പോ എഴുന്നേറ്റു എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പോയി കുറെ ദൂരെ പോയി ആരാധിച്ച് നിൽക്കുക. മമ്മി അറിഞ്ഞു പോലും ഇല്ല. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആരാധന മധ്യത്തിൽ എഴുന്നേറ്റങ്ങ് പോയി. മമ്മി പോലും അറിയാതെ. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ എഴുന്നേറ്റ് പോയി. ഞാനങ്ങ് ആരാധിക്കും. എനിക്ക് അറിയത്തില്ല. ലാസ്റ്റ് ജോസഫ് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ രോഗം ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തൊക്കെ. ഞാൻ നോക്കുന്നു, എന്റെ ശരീരത്തിൽ ഒരു വേദന. 2007 ഫെബ്രുവരി 17 എന്റെ കർത്താവ് എന്നെ തൊട്ട് എന്നെ പൂർണ്ണ കർത്താവിന് വേണ്ടി നിൽക്കുക. കുടുംബം മുഴുവനായിട്ട് എന്റെ യേശുവിനെ അറിഞ്ഞു. അത്ര സന്തോഷം ജീവിതത്തിൽ. ഞാൻ അത്രമാത്രം വേദന അനുഭവിച്ച. അത്ര എന്റെ കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതിയ കോട്ടയം മെഡിക്കലിലെ മധുസൂദൻ ഡോക്ടർ ലാസ്റ്റ് എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു, മരണം വരെ ഗുളിക കഴിച്ചോണം. ഈ ഗുളിക കഴിച്ചെങ്കിലേ ഈ ബ്ലഡ് ഓടത്തുള്ളൂ, ഞരമ്പ് വികസിക്കത്തുള്ളൂ. അത് എന്ന് മരിക്കുന്നു ആ സെക്കൻഡ് വരെ കഴിച്ചോണം. പക്ഷെ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ അവസ്ഥയല്ല. എന്നെ ഒരാഴ്ച വേണ്ട അവിടെ കിടന്നു. നമ്മൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നു. വീട് പൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങ് പോകും. അമ്മ അവിടെ ഇട്ടിട്ട് ജനല് തുറന്നിടും. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വീട് ഞങ്ങൾ താക്കോലും കൊണ്ട് അങ്ങ് പോകും. എന്നിട്ട് ജനല് തുറന്നിടും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മമ്മയെ കാണണമെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ജീവിച്ചോണ്ടിരുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ ഒത്തിരി കഷ്ടം അനുഭവിച്ചതായിരുന്നു ലോകത്തിൽ. എന്റെ കർത്താവിന് എന്നെ നിർത്തിയിരിക്കുന്നത് ഞാൻ കലിശ്ശേരി ഒരു സാക്ഷ്യമാണ്. എന്റെ യേശുവിനെ 2014 ആദ്യ ദിനങ്ങളിൽ തന്നെ നമ്മുടെ TV പ്രോഗ്രാം 5000 എപ്പിസോഡുകൾ കവിയും എന്ന് കേൾക്കുമ്പോൾ ഏതുമല്ലാതിരുന്ന നമ്മെക്കൊണ്ട് യേശു ചെയ്യിച്ച വൻ കാര്യങ്ങൾ ഓർത്ത് അവിടുത്തേക്ക് സ്തുതി